ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ലഞ്ച് HSR ലേഔട്ടിലെ ഒലിവ് സ്ട്രീറ്റ് ഫുഡ് കഫേയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനുഷ്കയുടെ കരാട്ടെ ബെൽറ്റ് എക്സാം ഉണ്ടായ ദിവസമായിരുന്നു. സോ എക്സാമിൽ അനുഷ്കക്ക് ഗ്രീൻ സീനിയർ ബെൽറ്റ് ആണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് സ്പെഷ്യൽ പ്ലേസിൽ തന്നെ ആഘോഷിക്കണ്ടേ? അങ്ങനെയാണ് ഒലിവിൽ വരാനുള്ള പ്ലാൻ ഉണ്ടായത്. ഇതിനു മുമ്പും ഒരുപാട് തവണ നമ്മൾ ഒലിവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിലും മാത്രം കേട്ടോ. കാരണം ഇവിടുത്തെ ഫുഡ് അത്ര അടിപൊളിയാണ്. ഞങ്ങളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രൈസും റീസണബിൾ ആണ്. അതിപ്പോ നമ്മുടെ KFCയും McDonald's ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് യെസ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്, ഓരോ രീതികളാണ് അല്ലേ. സോ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ്. ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു കഫേ നടത്തുന്നവരും മലയാളികൾ തന്നെയാണ്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസിന്റെ പേരിലും ഒരു മലയാളി ടച്ച് ഉണ്ട്. ലൈക്ക് ചീർപ്പാനി ചിക്കൻ. നല്ല രസമല്ലേ അത് കേൾക്കാൻ? അതുപോലെ തന്നെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിതേ ഒരു മെൽറ്റഡ് ചാർക്കോൾ ചിക്കൻ മീൽ, ഒരു വൈൽഡ് ചാർക്കോൾ ചിക്കൻ മീൽ, ഒരു OMG ബർഗർ, പിന്നെ ഒരു ഫാറ്റി അങ്കിൾ ബർഗർ, നമ്മുടെ ചിക്കൻ ചെറുപാനത് അതും ഒരെണ്ണം പറഞ്ഞു. പിന്നെ ഇവിടെ മിൽക്ക് ഷേക്സും ഫ്രഷ് ജ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഇത്തവണ ഞങ്ങളത് വാങ്ങിച്ചില്ല. കാരണം അനുഷ്കക്ക് ഓൾറെഡി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എക്സാമിന്റെ ഇടയ്ക്ക് തൊണ്ടവേദന, മൂക്കൊലിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് ഇതേപോലെ എക്സാംസ് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിച്ചു വെക്കും. ഞങ്ങൾ ഒരു തവണ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അമ്മച്ചി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണത്. അപ്പോൾ അമ്മച്ചിക്കും ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഇവിടെ വെജ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അത് ആവശ്യം അങ്ങനെ വരാറില്ല. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു, ഫുഡൊക്കെ അടിച്ചു, എല്ലാവരും ഹാപ്പി. അപ്പൊ നിങ്ങളും ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടുത്തെ ഫുഡ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്നാൽ നോക്കുന്നേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത പ്ലാൻ ഒരു ചായ കുടിക്കലാണ്. ഞങ്ങൾ സാധാരണ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കൊന്ന് നടന്നു പോയിട്ട് കഫേ 27 കയറി ചായ കുടിക്കുക. ജിയാസ് കഫേ 27 എന്നാണ് റെസ്റ്റോറന്റ് പേര്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.